ഹലോ, അപ്പം ഇന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. അപ്പം ഇന്ന് കുറച്ച് തള്ളി മറിച്ചാന്ന് വിചാരിച്ചു. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ചിരട്ടപ്പുട്ടാണ് കേട്ടോ, കുക്കറിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് വിസിലൊക്കെ ഊരി വെച്ചത്. പിന്നെ അത് ആ കടലക്കറി ഉണ്ടാക്കാനുള്ളത് ഗ്യാസുമ്മ വെച്ചാണ് കേട്ടോ. അത് നേരത്തെ വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. കടലക്കറിൻ്റെ ഒക്കെ റെസിപ്പി ആക്കിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ബളബളാ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാൻ അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ച്. അപ്പം ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുട്ട് ചുട്ടിട്ട് കുറേ ദിവസമായി. ഒന്നാമത് ഈ തേങ്ങൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ പുട്ട് ചുടാകുന്നത്. അപ്പോൾ ആ തേങ്ങ ഞാൻ പൊളിച്ച് വെച്ചിരിക്കണ്. ഞാനല്ല, അനൂസ് മദ്രസക്ക് പോണതിൻ്റെ മുമ്പ് പൊളിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ എന്താ പുട്ട് ചുടാൻ വേണ്ടിയാണ്ട് ഈ ഒരു നെല്ലറ പുട്ടുപൊടിയാണ് എടുത്തത്. അപ്പോൾ ആദ്യം കുറച്ചിട്ട് നോക്കി, പിന്നെ മുഴുവനിട്ടപ്പോഴാണ് ചിന്തിച്ചത് ചിലപ്പോൾ ഇത് ഫുള്ള് ഈ പാത്രത്തിൽ നിറച്ച് കവിഞ്ഞു ഒഴിക്കുന്നു. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം പാർന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. സാധാരണ കൈ വെച്ചിട്ട് ഇളക്കല്. അപ്പോൾ വീഡിയോ എടുക്കണോണ്ട് ഞാൻ ഒന്ന് ആഡംബരാക്കിയാണ്ട് സ്പൂൺ എടുത്തതാണ്. അപ്പോൾ ഒന്നായിട്ട് കട്ടുപിടിച്ചാണ്. അപ്പോൾ എന്തായാലും എത്ര വെള്ളം പറഞ്ഞാലും ഈ പുട്ടും പൊടിയൊക്കെ ഉണ്ടല്ലോ, വെള്ളം അങ്ങോട്ട് ആകൂല. എല്ലാവർക്കും ഉണ്ടാ പ്രശ്നം, എനിക്കറിയില്ല, എനിക്ക് മാത്രമാണോ എന്ന്. ഇനി വെള്ളം ശരിക്കും പാകാവാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് വെക്കണം. ഏതായാലും ഈ ഒരു പാത്രം നിറച്ചയക്കണം കേട്ടോ. തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിന്. പിന്നെ നമ്മൾ ചെറ്റപ്പുട്ട് ഉണ്ടാക്കാനുള്ള സാധനം ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും പുട്ട് ചുട്ടെടുക്കാം. പുട്ട് ചുട്ടിട്ട് കുറേ ദിവസം അയക്കണം കേട്ടോ. സാധാരണ അടിയിൽ തേങ്ങ ഇട്ടിട്ട് മേലെ പൊടി ഇട്ടെടുക്കലാണ്. അപ്പോൾ ഈ തേങ്ങ ഇടാൻ ഞാൻ മറന്നിരിക്കണം. അപ്പോൾ ഇന്ന് പൊടിയാണ് ആദ്യം ഇട്ടെടുത്തത്. അപ്പോൾ ഇനി മേലെ നമ്മൾ തേങ്ങ ഇട്ടെടുത്തിട്ട് നമുക്ക് പുട്ട് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിങ്ങനെ പണിയെടുക്കുമ്പോൾ ഓരോ കഥകൾ പറയാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഇന്ന് ഞാനേ ദിയാകൃഷ്ണൻ്റെ ഡെലിവറിൻ്റെ വ്ലോഗ് ഇട്ടിങ്ങല്ലോ യൂട്യൂബിൽ. അത് കണ്ടപ്പം സത്യത്തിലും കുറേ ആൾക്കാർ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വീഡിയോ ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്നോ അങ്ങനെ കാണിച്ചു കൊടുക്കണം തന്നെയാണ് കേട്ടോ. ഞാൻ 3 ഡെലിവറി കഴിഞ്ഞിന്. അപ്പോൾ ഞാൻ ആ ഓളെ പ്രസവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ഡെലിവറി ആ ലേബർ റൂമൊക്കെ ഉണ്ടല്ലോ എൻ്റെ കണ്ണിൽ കാണാം. ഇപ്പം ഞാൻ എൻ്റെ ചെറുതിനെ പ്രസവിച്ചിട്ട് ആകെ 1.5 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ചേറ്റപ്പുട്ടിൻ്റെ ഇവിടുത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കാണാനില്ല കേട്ടോ. അതിൻ്റെ ഒന്ന് കളഞ്ഞു പോയിട്ടുണ്ട്. തറവാട്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്നതേനി. തറവാട് മുതലാണ് ഈ സാധനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ചെറുതിൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടോ. ആ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടല്ലോ, ലാബ് റൂമിൽ കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വേദന മുഴുവൻ സഹിച്ച് അങ്ങെത്തി ലാസ്റ്റ് എത്തിയിട്ടാണ് ഞാൻ പ്രസവിക്കാനായത്. ആ ഹോസ്പിറ്റലിൽ സിസ്റ്റർമാരും ഡോക്ടർമാരും കാണുന്നത് അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഓല്. പക്ഷെ പൈസ ഉള്ളവർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ ആൾക്കാരെയൊക്കെ അവിടെ വെച്ചിട്ടൊക്കെ പ്രസവിപ്പിക്കാന്ന് പറഞ്ഞാൽ ഓരോ ഫാമിലിയോടൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. കാരണം പ്രസവിക്കാത്തവരൊക്കെ ഉണ്ട്. ചെറിയ അനിയത്തി വരെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം കേട്ടോ. അങ്ങനെ ഓല് വരെ കാണാണിത് എന്താണ് സംഭവം എന്നുള്ളത്. എന്തേ പോയോ കാക്ക? ഇതാരെ കൊണ്ടുവന്നേ മുട്ടായി? ഇതാരും കൊണ്ടുവന്ന മുട്ടായി? ആരുണ്ടോന്നാ? ഇക്കാക്കേ? ആരാ കൊണ്ടുവന്നേ? ജയ്യോ തന്നെ? കഴിഞ്ഞോ? ഓക്ക് ഞാൻ ലേസൊന്നും വാങ്ങി കൊടുക്കുകയില്ല കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി കൊടുക്കുകയില്ല. ഇതിപ്പോൾ ചില കുട്ടി കൊണ്ടുവന്ന് നിർത്തതാട്ടോ. ഇങ്ങനത്തെ സംഭവം എന്നൊക്കെ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഈ തിന്നുമ്പോൾ അതിനൊക്കെ അറിയുള്ളൂ. ഇനി തിന്നാൻ പറ്റൂല കേട്ടോ. ഇതെന്താന്ന് കുളിണ്ടായിട്ട് വെക്കണേ? ഇപ്പാവും ഇപ്പാകും എന്താ അത് വേണേ ചെപ്പിത്തരാം. അപ്പോൾ കൊണ്ട ഇതാരാ ഇതിൽ കഷ്ണം ചെത്തിയത്? എന്നെ ഇടങ്ങേറാക്കിയിട്ട് ഒരു കഷ്ണം എടുത്ത് പറഞ്ഞല്ലേ? അങ്ങനെ വരെ കോലൊന്ന് ചെത്തിയ കോലൊന്ന് നോക്കി നോക്കിയാൽ ഇങ്ങനെ അങ്ങോട്ട് ചെത്തി ഇങ്ങോട്ട് എടുത്തേക്കുക. അങ്ങനെ എന്താ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഒന്നാമത്തെ പുട്ട്. അപ്പോൾ ഈ പുട്ട് ഇവിടെ നിർത്ത് വയ്ക്കണേ. ഈ ചില്ലിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കണമെന്നാണ് തോന്നുന്നത്. ആവി വന്നാണ്ട് അങ്ങനെ അതാ ആ ചില്ലൊക്കെ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കി. പുട്ട് നല്ല ഉഷാറായിക്കണം കേട്ടോ. സാധാരണ ചിലപ്പോൾ നല്ല ടെമ്പറായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടെമ്പറായിട്ട് നിന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ ഞാൻ ഈ പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നെല്ലാവരും അറിയണം എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ അതിൽ അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇനി 2ാമത്തെ വട്ടം പുട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് സംഭവം, പ്രസവം അങ്ങനെയാണെന്ന് എല്ലാവരും അറിയണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഹസ്ബൻഡുമാർ, അതായത് നമ്മളെ മാപ്പിളാരൊക്കെ അറിയണം എന്നാണ് ഉദ്ദേശിച്ചത്. എൻ്റെ മാപ്പിളക്കൊന്നും എന്താണെന്ന് പോലും അറിയില്ല. വേദന ഉണ്ടെന്ന് അറിയാം, എങ്ങനത്തെ വേദനയാണ്, എങ്ങനെയാണ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒന്നും അറിയില്ല കേട്ടോ. ഓലൊക്കെ അറിയണം. പക്ഷേ എൻ്റെ മാപ്പിള ഇതുവരെ ആ വീഡിയോ കണ്ടിട്ട് തന്നെയല്ല, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുമില്ല. ഇനിയിപ്പോൾ ആരെയും എവിടെന്നെങ്കിലും കണ്ടിടണമെന്ന് വെച്ചറിയില്ല.
അങ്ങനെ കാണിച്ചു കൊടുത്താൽ ഒരുവിധം എല്ലാവർക്കും അങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാവുന്നതാണ്. എല്ലാവരും വിചാരവും വേദന ഉണ്ട്, പക്ഷേ എങ്ങനെയാണ് വേദന, എന്താണ് വേദന എന്ന് ആർക്കും അറിയില്ല. എത്രത്തോളം നമ്മൾ വേദന സഹിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒന്നും ആർക്കും അറിയില്ല. പിന്നെ ചില മക്കളൊക്കെ ഇത് കണ്ടാണ്ട് ഉമ്മാരോടൊക്കെ സ്നേഹം കൂടാനൊക്കെ നല്ലതാണ് ആ ഒരു വീഡിയോ. ഓല് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് വേറെ കാര്യം. ഒരു യൂട്യൂബിലിട്ട് ഓലിപ്പം അതിനോട് എത്രയോ മില്യൺ കോടി ആൾക്കാരൊക്കെ കാണാൻ അയക്കണം. ഇപ്പോൾ അത് 80 ലക്ഷമൊക്കെ അയക്കണമെന്ന് തോന്നുന്നുണ്ട്. ഓല് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണത്. ഓലിപ്പം ഒരു എക്സ്പീരിയൻസ് ആണോ, അതുപോലെ ഒരു മെമ്മറി ആയിട്ട് കടക്കും ചോദിച്ചു, ഓൾക്ക് പൈസ കിട്ടും ചോദിച്ചും. അങ്ങനെ അതാ കടലക്കറിയൊക്കെ വന്ന് ഫാത്തിമോന് ഇവിടെ ചായ കുടിച്ചാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇതമോള് ഇത് അവിടെ ഒരു മാങ്ങ തിന്നാണ്ടേ ആ മാങ്ങ തിക്കണ് കുറേ അയക്ക് തന്നെ തുപ്പിക്കണ്, കുറേ അവിടെ തന്നെ വെച്ചിക്കണ് കേട്ടോ. ഞാൻ എന്നോട് പറഞ്ഞില്ലേ അങ്ങോട്ട് പോകണ്ട ഉറുമ്പുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇക്കാക്കനോട് മാറ്റി തരാറ് മാറ്റി കൊടുത്താ. ഓളെ അപ്പുറത്തേക്ക് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഉറുമ്പാണ് കേട്ടോ. ആ ഉറുമ്പ് കടിച്ചാണ്ടാണ് വന്നിരിക്കുന്നത്. ഓളോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഓൾ കേൾക്കില്ല, ഓൾ അങ്ങോട്ട് ഇറങ്ങുന്നെ ചെയ്യും. അങ്ങനെ നമ്മളെ കടലക്കറിയൊക്കെ ഞാൻ വറവിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഫാദിക്ക് ചായ കൊടുക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ പുട്ട് രണ്ടാമത്തെ ചുട്ടിക്കണേ, പുട്ടുപൊടി കുറച്ച് അധികം അയക്കണം. അപ്പം ഇനി ബാക്കി എടുത്താണ്ട് പിടിച്ചിക്കന്നെ വെക്കണം കേട്ടോ. പിന്നെ പാത്രമൊക്കെ ഇതാക്കി എഴുതിയാണ്ട് വേണ്ടി ഇവിടെ കൂട്ടിട്ടിക്കണം കേട്ടോ. കൂട്ടിയിടുക. ചിലപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മാതിരിയാണ് ഇവിടെ. ചിലപ്പോൾ അപ്പവത്തെ പാത്രം ഇങ്ങനെ മോറിപ്പോവും, ഓരോരോ മൂടനുസരിച്ചാണ് മോറൽ. ഇസമോളും ഫാത്തിമോനും അവിടെ എന്തോ ബടായും വിട്ട് അവിടെ കുത്തിരിക്കുകയാണ് കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഇസമോൾ എന്നെ കണ്ടിന് വീഡിയോ എടുക്കണത്. അപ്പോൾ എന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കേട്ട് ഓളിങ്ങനെ ചെറിച്ചണുണ്ട്. ഫാത്തിമോൻ എന്നെ കണ്ടിട്ടുമില്ല. ഓലേ ഞാൻ അടുക്കളയിൽ മുഴുവൻ എന്നെ സ്വീപ്പ് ഉണ്ടാക്കിയാണ്ട് ഇവിടെ വന്ന് കുത്തണം നല്ല ബടായിലാണ്. അപ്പോൾ എന്തായാലും ഞാനും ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചായക്ക് ഞാനേ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും ഞാൻ പുട്ടും പഞ്ചസാരയും കൂട്ടിയാണ് കേട്ടോ ചായ കുടിച്ചത്. കാരണം ഉണ്ടല്ലോ, എനിക്ക് പുട്ടിക്ക് കറി പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഞാൻ പഞ്ചസാര ഇടുക, അതിക്ക് ചായ കഴിച്ചാൽ അങ്ങനെ തിന്ന ചെറിയ കുട്ടികളുടെ പരിപാടിയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ചിലവർ വിചാരിച്ചു എങ്ങനെയപ്പോൾ ഇങ്ങനെ തിന്നലിക്കുന്നത്. പക്ഷേ ഇങ്ങനെ എനിക്ക് തിന്ന് ചേലായിക്കണം. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ തിന്നുന്നത്. ഇങ്ങനെ തിന്നാൽ നല്ല ടേസ്റ്റാണ് എൻ്റെ തൊള്ളക്ക് കേട്ടോ. എല്ലാവരുടെ തൊള്ളക്കും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നല്ല കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തിന്നാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഈ തിന്നലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇവിടെയൊക്കെ പാത്രം കേക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിരുന്നു. അപ്പം ഇനി ഉച്ചക്കത്തെ പരിപാടി നോക്കാനുണ്ട്. അപ്പോൾ ഉച്ചക്ക് ഇതാ പത്തൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് നേരം വെളുക്കുമ്പോഴത്തേന് പത്തലിട്ടിരിക്കുന്നത്. ഇന്ന് കുഞ്ഞാവ് പാല് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മീൻകാരനെ കണ്ട് പത്തലും വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ റോട്ടുമ്പോൾ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഒരു മഴ പെയ്ത് ചോർന്നിക്കണം. ഇവിടെ എന്തൊക്കെയാണ് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, ഈ വാഷ് ബേസിൻ്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അവിടെ ബക്കറ്റ് വെച്ച് കൊടുത്തതാണ്. ബക്കറ്റ് വെച്ചാലും അതിൻ്റെ അടിയിൽ കൂടെ ചില ദിവസം കുറച്ച് ലീക്ക് അധികമാണ്. മഴയും കൂടിയും പെയ്താൽ പിന്നെ ഇവിടെ അങ്ങോട്ട് പറയും വേണ്ട കേട്ടോ. ചീറ്റലടിച്ചാണ്ടും വെള്ളം വന്നാണ്ടും ആകെ നാസി കുസിയാകും. മറ്റേ ബംഗാളി മനുഷ്യൻ പറയണ മാതിരി നാസി കുസിയാകും ആകെ. അപ്പോൾ അതാ ഞാനിതിലെങ്ങനെ പോയിട്ട് വിറകെടുക്കാൻ പോകാൻ കേട്ടോ. വിറകെടുക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ ഈ ആട്ടും കൂടെ ഇനിയുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ മേലേക്ക് കയറണേ, ഇതിൻ്റെ മേലെന്ന് പറയട്ടെ ഞാൻ താഴത്തേക്ക് കൊഞ്ഞടിയതാണ് കേട്ടോ. ഇപ്പോഴും അതൊക്കെ ആകെ ചെതലുടിച്ച് നാശമായിക്കണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണില്ല, ഇനി കയറിയാണ്ട് വിറകെടുക്കട്ടെ അവിടുന്ന്. അങ്ങനെ ആ വിറകൊക്കെ കൊണ്ടുവന്ന് ഞാൻ തീ ഒടിപ്പിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഈ വിറക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് വെക്കും. ചിലപ്പോൾ 2 ദിവസമൊക്കെ പിടിച്ചും വിറക് ഇവിടെ നിൽക്കും. ചിലപ്പം ഒരു ദിവസത്തിനേ ഉണ്ടാവുള്ളൂ. ഞാൻ കൊണ്ടുവരുന്ന വിറക് പോലെ ഉണ്ടാവും. വിറക് ഇങ്ങനെ ആവശ്യത്തിന് അവിടുന്ന് ഇങ്ങനെ എടുത്ത് പോരലാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നല്ലൊരു മഴ പെയ്ത് ചോർന്നു. പക്ഷേ ഒരു വെയിലിനുള്ളൊരു ലക്ഷണമൊക്കെ ഇങ്ങനെ രാവിലെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി വെയിൽ അരക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം 2-3 വീഡിയോ ഇട്ടത് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. വ്യൂസ് നല്ല താഴത്തേക്കാണ്. എന്നാലും ഞാൻ വീഡിയോയിലൊന്നും കുറക്കണില്ല കേട്ടോ. എന്നാലും ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം എന്തായാലും കഴിച്ചില്ല വയ്ക്കാരം. അപ്പോൾ അതാ 2 റൂമിലും നന്നാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2 റൂമിലും നമുക്ക് നന്നാക്കിയെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ അനൂസും ഷാനും കൂടിയും ഉമ്മാൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അവിടെ ഇതില്ല എന്താ ഇപ്പോൾ പറയില്ല, റംബുട്ടാനുണ്ടായിരുന്നു തോനെ. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോകാനുള്ളൂ. ഓല് മുന്നിൽ പോയിന്നുണ്ടെങ്കിലും ബാക്കിലിൻ്റെ ഇളച്ചി ഒക്കെ ഓള് ജോലിക്ക് പോകുന്നുണ്ടായിനി. അപ്പോൾ ഓള് ആക്കി കൊടുത്തണം അങ്ങോട്ട് പോതിക്കറ്റം. പിന്നെ ഓല അവിടുന്ന് നടന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ അത് ഓലൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനിവിടെയൊക്കെ ക്ലീനിങ് പരിപാടിയിലാണ്. ഇപ്പോൾ ഇതൊക്കെ പൊറുക്കി അടുക്കി ഉണ്ടാക്കണം. ഞാനൊരു തല നന്നാക്കുമ്പോഴത്തേന് ഇസമോളൊരു തല മുഴുവൻ കേടെടുത്തിട്ടു. ഈ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെയാണ്. ഞാൻ ഒരു തല മടക്കി വെക്കും, ഓളൊരു തല വലിച്ച് ഇങ്ങോട്ടിട്ടു. ഞാൻ എവിടെയാണ് നന്നാക്കണം അവിടെ ഓള് കേടെടുത്തിട്ട്. ഇപ്പോൾ കണ്ടില്ലേ ബെഡമ്മ കയറി കുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് കേടെടുത്തിട്ട് ചീത്ത അറിഞ്ഞിട്ട് അവിടെ കയറി കുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ വാഷിംഗ് മെഷീനിൽ തിരുമ്പാൽ ചെയ്തിട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ നിസ്കാര കുപ്പായും ബെഡ്ഷീറ്റൊക്കെ തിരുമ്പണം വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വലിച്ചിട്ടിക്കണ്. അപ്പോൾ ഒരു വട്ടം തിരുമ്പി കഴിഞ്ഞിട്ടാണ് മറ്റൊക്കെ തിരുമ്പാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ തീ വന്ന് നോക്കണമല്ലോ.
അത് ചിലപ്പോൾ ഞാൻ പോയാൽ എൻ്റെ ബാക്കിൽ തന്നെ പോരും. മഴക്കാറായിട്ട് കാണുന്നില്ല. ഇന്നിപ്പോൾ വെയിലറച്ചുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വെയിലുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ എടുത്തിട്ടത്. തീ ഇതൊക്കെ ഞാൻ പോയ എൻ്റെ ബാക്കിൽ തന്നെ പോകുന്നു കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കത്തിച്ചെടുക്കണം. കത്തി അങ്ങോട്ട് പിടിച്ചാൽ പിന്നെ തീ അങ്ങനെ കത്തുട്ടോ. ഒന്നാമത് ഈ പച്ച വിറക് ഉണങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഉണങ്ങിക്കണം കേട്ടോ. അത്ര പച്ചയൊന്നും ഇപ്പം ഇല്ല, കുറച്ചൊക്കെ ഉണങ്ങിക്കണേ. പിന്നെ അതാ ഞാൻ ഈ പയ്യന് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ പയ്യൻ്റെ വെള്ളത്തിൽ എത്താടണമെന്നും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ. ഇതൊക്കെ പയ്യൻ്റെ സാധനങ്ങളാണ്. ഈ ചാക്കിലുള്ളതൊക്കെ പൈക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. പൈക്കക്കാരൻ ഒരു പയ്യേ ഉള്ളൂ, 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി നമ്മളതല്ല, വേറെ ആളതാണ്. അപ്പോൾ ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടത്, അതും എടുക്കും. പിന്നെ കടലപ്പിണ്ണാക്കില്ലേ, അതുണ്ട്, അതും എടുത്ത് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പയ്യന് കൊടുക്കൽ കേട്ടോ. അതും ഇട്ടിട്ട് ഇത് വെള്ളം പറഞ്ഞാണ്ട് ഈ ഒരു ചെമ്പട്ടിക്ക് ഒരു ചെമ്പട്ടിയാക്കും. എന്നിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത്. ആരാ ചേച്ചി എവിടെ? ജയിച്ചോ? ചേച്ചി പ്രതിഷേധമാണ് ഇവിടെ. അപ്പോൾ അതാ വെള്ളമൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. പയ്യനുള്ള വെള്ളവും ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ ആയിക്കോളും. തീ എന്തായാലും കത്തണുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അതാ ഞാൻ ബത്തലൊക്കെ മുറിച്ച് വെച്ചിന് കേട്ടോ. അതിക്ക് ഞാൻ കായം കൂട്ടി വെക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടി ഇട്ടിട്ടാണ് കായം കൂട്ടിക്കാണ്. കുറച്ച് സുറുക്കി ഒഴിക്കും കേട്ടോ. പിന്നെ കടലക്കറി ഇതാ രാവിലത്തെ ഉണ്ട്. അപ്പം തൽക്കാലം ഈ രാവിലത്തെ കടലക്കറി തന്നെ ഉച്ചക്ക് കിട്ടും. പിന്നെ ഞാനത് കളയേണ്ടി വരും. പിന്നെ ചോറും ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ റെഡി ആക്കിക്കണം. പിന്നെ അനൂസൊക്കെ വന്ന് ഓലിതാ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട്. സാധാരണ റംബൂട്ടാൻ ചുവപ്പ് കളറെല്ലാം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മഞ്ഞ കളർ. ഈ റംബൂട്ടാൻ ഇങ്ങനെ പച്ച കളറാണ് കേട്ടോ. പക്ഷേ മധുരമായിട്ടൊന്നുമില്ല, ഒരു പുളി മധുരം കൂടി കൂടിയതാണ്. പല സൈസ് റംബൂട്ടാൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു റംബൂട്ടാനാണ്. ഞാൻ തൊലിച്ചിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ നിൽക്കുന്നത്. എന്ത് ക്ലാസ്സിലാ? 3ലാ? പറ്റൂലല്ലേ? 3, 4, 5, 6, 7, 8, 9. യുകെജിയിലെ എന്റെ ക്ലാസ് കുറച്ചുകൂടി ആൾക്കാരുണ്ട്. LKG പറ്റിച്ചാണ്ടില്ലേ ഒന്ന് കയറിയ അല്ല, നിങ്ങൾ ഇങ്ങോട്ടാക്കി തരാന്ന് പറഞ്ഞിട്ടേ ഞാൻ എന്തേ അവിടുന്ന് അങ്ങോട്ട് പോയേ? എന്ത് കാര്യം? ഏത് ആരാ പറഞ്ഞേ? കൂട്ടിയാളാ. ഞാൻ ഹോം ടൂറിൽ അവിടെ ഒരു ബാത്റൂം ഉള്ളത് പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ ചാവി കുറേ തിരഞ്ഞു നോക്കി. ഫൈദാൻ്റെ ബാഗാണ് മറയ്ക്കാൻ. ഇനി ഇവിടെ തല കുത്തനെ മറച്ചിട്ടാണ് കേട്ടോ. ഏ സാധനം? സാധനം അത് ഇതൊക്കെ എന്ത്? എന്തിനാ ചിരിത്തച്ചേ? ഇതൊക്കെ ഇവൻ്റെ ഇംഗ്രാന്തങ്ങൾ. അതെ, എന്താ? ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ വൃത്തിയാക്കേടാക്കല്ല കേട്ടോ. ചാവല് നന്നാക്കാൻ വണ്ടി ഉണ്ടാക്കിക്കോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ച ചാവൂലഞ്ഞെടുക്കാൻ, കാരണം തോന അയക്കണമെന്നുണ്ട്. അപ്പം പറഞ്ഞ ഇന്നത്തെ വീഡിയോ അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.